ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ധ്യാന ശ്ലോകം എടുത്തു വെക്കുക. ഉപദേശസാരത്തിൻ്റെ ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. അന്തര്യശ്ച ബഹിർവിധൂതതിമിരം ജ്യോതിർമയം ശാശ്വതം സ്ഥാനം പ്രാപ്യ വിരാജത്തെ വിനമതാം അജ്ഞാനമുന്മൂലയൻ. പശ്യൻ വിശ്വമപീതമുല്ലസതി യോ വിശ്വസ്യ പാരേ പരഃ തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ. ആദ്യത്തെ 6 ശ്ലോകങ്ങൾ. കർത്തുരാജ്ഞയാ പ്രാപ്യത്തെ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജഡം കൃതിമഹോദദൗ പതനകാരണം ഫലമശാശ്വതം ഗതിനിരോധകം ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം ചിത്തശോധകം മുക്തിസാധകം കായവാങ്മന കാര്യമുത്തമം പൂജനം ജപ ചിന്തനം ക്രമാത് ജഗധൈഷധീ യുക്തസേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം ഉത്തമസ്തവാത് ഉച്ചമന്തതഃ ചിത്തജം ജപം ധ്യാനമുത്തമം ചിത്തജം ജപ ധ്യാനമുത്തമം. അറിയോ, നമ്മൾ ഉപദേശസാരാണ് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ഉപദേശത്തിൻ്റെയും സാരമാണ്. എന്തിൻ്റെ ഉപദേശം? ആധ്യാത്മിക വഴിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കുമ്പോൾ ആ നടക്കേണ്ടതായിട്ടുള്ള ഉപദേശത്തിൻ്റെ സാരമാണ്. അപ്പം വീണ്ടും നമ്മൾ നോക്കണം, ആധ്യാത്മിക വഴി എന്താണ്, ആധ്യാത്മിക സാധന എന്താണ്. എന്താ സാധന? സാധന എന്ന് പറഞ്ഞാൽ എന്താ? സാധന പ്രാക്ടീസ്. അതായത് നമുക്കൊരു സാധ്യമുണ്ട്, അതേപോലെ ഒരു സാധകനുണ്ട്. ആ സാധകൻ അയാളുടെ സാധ്യത്തിലേക്ക്, സാധ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യുന്നത് അതിനെയാണ് സാധന എന്ന് പറയുക. സാധാരണ നമ്മൾ സാധനയെ ആധ്യാത്മിക തലത്തിലാണ് സാധാരണ പറയുക. സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, അത് ആധ്യാത്മിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന്. പാട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സാധകം ചെയ്യും എന്ന് പറയും. പക്ഷെ സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ആധ്യാത്മിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ആ സാധന ചെയ്യുന്ന ആളാരാണ്? സാധകനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ സാധന ചെയ്യുന്നത്? സാധ്യത്തിന് വേണ്ടിയിട്ടാണ്, ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രാക്ടീസിനെയാണെന്ത്? സാധന എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോന്നും എന്താണ്? അത് സാധന തന്നെയാണ്. ഒരേ സമയം അത് മാർഗവുമാണ്, അതേപോലെ അത് പ്രാക്ടീസുമാണ്.
അപ്പം കർമ്മയോഗത്തിനെ കണ്ടു. കർമ്മയോഗം എന്താണ്? സാധനയാണ്. എന്തിനാണ്? നമ്മളെ ട്യൂൺ ചെയ്ത് ആ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള പ്രാക്ടീസ് തന്നെയാണ് എന്ത്? കർമ്മയോഗം. ഓക്കെ. അതേപോലെ നമ്മൾ ഭക്തി സാധനകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു? പൂജ, ജപ, ചിന്തനം. ചിന്തനത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ. ഈ പൂജയും ജപവും ചിന്തനവും ഒക്കെ എന്താണ്? അത് സാധനയാണ്, ഭക്തി സാധനയാണ്. ഇത് അവസാനം അല്ലാന്ന്. അതാണ് എൻ്റെ കാര്യം. നമ്മൾ ഓർക്കുക എന്താ അവസാനം അല്ല എന്ന് പറയാൻ കാരണം? പൂജ ചെയ്തു എല്ലാം കഴിഞ്ഞു, ഇല്ല, അതൊരു മാർഗം മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ജപിച്ചു എല്ലാം കഴിഞ്ഞു, ഇല്ല, അതൊരു മാർഗം മാത്രമാണ്. ഇതിൽ കൂടെ നമ്മൾ എന്താണ്? മേളിലേക്ക് ഉയരണം. അപ്പൊ എന്തിനാ നമ്മൾ കർമ്മയോഗം ചെയ്യുക? ഈ സാധനയിൽ നമ്മളെ തടസ്സമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പടിയിൽ ആദ്യത്തെ പടിയായിട്ടുള്ള ചിത്തശുദ്ധി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മയോഗം ചെയ്യും. അപ്പൊ കർമ്മയോഗം ഇന്നത്തെ കാലത്ത് നമ്മൾ സർവീസ് എന്ന് പറയും. അവനവന് ശ്രേയസ്കരമായിട്ട് അതേസമയം ബാക്കിയുള്ളവർക്കും കൂടെ നന്മ വരുത്തുന്ന രീതിയിൽ സെൽഫ് ഓറിയന്റഡ് അല്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഓക്കെ. നമ്മുടെ ഡ്യൂട്ടി ആയിക്കൊണ്ട് ചെയ്യുന്നതെല്ലാം കർമ്മയോഗമാണ്. ഓക്കെ. ഇനിയോ രണ്ടാമത്തത് ഉപാസനാതലാണ്. കാര്യം എനിക്ക് ചിത്ത ഏകാഗ്രതയാണ് വേണ്ടത്. ആ ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത്? ഈ ഭക്തി സാധനകളൊക്കെ. ഞാൻ എന്തിനാണെന്നറിയോ ഇങ്ങനെ ഇത് പറയുന്ന കാര്യം? എനിക്കറിയാം ഞാൻ കുറച്ച് പതുക്കെ പോകുന്നത്. കാര്യം നിങ്ങൾ ഇനി ഏതൊരു കൃതി എടുത്താലും, അല്ലെങ്കിൽ കുറച്ച് വിസ്തരിച്ചുള്ള ഏതൊരു കൃതി എടുത്താലും ഈ രീതിയിൽ അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഭഗവത്ഗീത പഠിക്കണം എന്ന് നോക്കാം. ഭഗവത്ഗീതയിലും ഇതേ കാര്യം തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അത് എവിടേക്കാണ് വരുന്നത് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റണം. ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ. കർമ്മയോഗത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? ഭക്തിയോഗത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ധ്യാന ഇത്യാദി കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആത്മജ്ഞാനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ ഭഗവാൻ ഇവിടെ 30 ശ്ലോകത്തിൽ പറയുന്നതിനെ അവിടെ ഭഗവാൻ എന്താണ് 701 ശ്ലോകം അല്ലെങ്കിൽ 700 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ എക്സ്ട്രാ മസാലയാണോ? അല്ല, എക്സ്ട്രാ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ അധികാരി ലക്ഷണം വരുന്നുണ്ടായിരിക്കും, പല റെപ്യൂട്ടേഷൻ കാര്യന്നുണ്ടായിരിക്കും, അങ്ങനെ കൊണ്ടുവന്നുള്ളൂ. നിങ്ങൾ വിവേക ചൂടാണി എടുത്താലോ ഇതേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇല്ലായിട്ട് കാണും. ഓക്കെ. ഇതില് കുറച്ചും കൂടെ എന്താണ് വളരെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാരമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഉപദേശത്തിന്റെ സാരമെന്ന് പറയാനുള്ള കാരണങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്? 2 തലങ്ങളാണ്. ഒന്ന് കർമ്മയോഗത്തിന്റെ തലവും ഭക്തി സാധനകളും നമ്മൾ കണ്ടു. അപ്പം ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കണ്ടു. അതില് തുടക്കം നമുക്ക് എല്ലാവർക്കും പൂജയിൽ കൂടെ തന്നെ വേണം ഉയരാൻ എന്ന് കണ്ടു. ഉപദേശസാരത്തിന്റെ എന്താ പൂജ? ഏറ്റവും ഉത്തമമായിട്ടുള്ള പൂജ ഈ ലോകത്തിനെ തന്നെ ഭഗവാനായിട്ട് കരുതി നമ്മൾ ലോകസേവ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പൂജ. സേവനമാണ് ഏറ്റവും മികച്ച പൂജ എന്ന്. ഓക്കെ. എങ്ങനെ ആയിരിക്കണം? പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഈ സേവ ചെയ്യുന്നത് ഭഗവാനെ സേവിക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും. നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ. We believe that the service of our country is service of the Lord of Lords, and devotion to the people is the devotion to the Supreme Self. ഇതാണ് പൂജ. പക്ഷേ ചിലപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഈ സാധനം കിട്ടാത്തത് കൊണ്ട് എന്താണ് നമ്മൾ വീണ്ടും അതിൻ്റെ സിസ്റ്റത്തിലേക്ക് വരണം. അപ്പോൾ ചിലപ്പം ഈ പൂജയും നമുക്ക് പറ്റത്തില്ലായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് 1.5 മണിക്കൂറത്തെ പൂജ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓറടിച്ച് മരിക്കുമെന്നാ. ചില ആൾക്കാർക്ക് പറ്റില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഇതിൽ ഭയങ്കര താല്പര്യമായിരിക്കും, അവരുടെ വാസനയിൽ അതുണ്ടായിരിക്കും. അപ്പോൾ എന്താ, ചിലപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ ചില മാർഗങ്ങളും ആചാര്യന്മാർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തീർത്ഥയാത്ര പോകാറില്ലേ നമ്മളൊക്കെ? പിന്നെ തീർത്ഥയാത്രയാണോ ടൂറാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് എന്തിനാണ് നമ്മളൊരു ട്രിപ്പ് പിടിക്കുന്നത്? പല ലക്ഷ്യങ്ങൾ കാണല്ലോ, ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തിനാണിത് ചെയ്യുന്നത് എന്നൊക്കെ പറയാം. അപ്പം ഈ പൂജ എന്നേ ഇവിടെ ഇദ്ദേഹം പറയുന്നുള്ളൂ എങ്കിലും അതിലും വേണമെങ്കിൽ ഒരു താഴോട്ടുള്ളൊരു തലവും കൂടെ നമുക്ക് ഇറക്കാം. താഴോട്ടുള്ള ഫലം എന്നല്ലേ, അത് മനസ്സിലായാൽ മതിയല്ലോ. അതിലൊന്നാണെന്ത്? ഈ തീർത്ഥയാത്ര ഇത്യാദി കാര്യങ്ങൾ. കാര്യം ഇപ്പം ഇവിടെ വന്നിരുന്ന നമുക്ക് ഈ അടുത്ത് വരുന്ന എന്താ കൃഷ്ണ ജന്മാഷ്ടമിയാണ്. കൃഷ്ണ ജന്മാഷ്ടമിക്ക് നമുക്കിവിടെ രാത്രി 12:30 അല്ലെങ്കിൽ 12 മണിക്ക് ഭഗവാന്റെ അവതാരം വായിച്ചുകൊണ്ട് ഇവിടെ ഒരു ശ്രീകൃഷ്ണ പൂജ നടത്താം എന്ന് പറഞ്ഞ് ഇവിടെ എത്ര പേര് വരുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആരും വരത്തില്ല. പക്ഷേ അത് ഉച്ചയ്ക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ സ്വാമി നമുക്ക് നോക്കാം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര പേര് വരുമെന്ന് അറിയത്തില്ല. നേരെ കുറച്ച് പറയുകയാണ്, നമുക്ക് ജന്മാഷ്ടമിയുടെ സമയത്ത് നമുക്ക് തിരക്കൊക്കെ ആയിരിക്കും, എങ്കിലും നമുക്ക് ഗുരുവായൂർ വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വരും. ആണല്ലോ?
സത്യമല്ലേ ഇത്? ഈ ഗുരുവായൂർ ഒരു നമുക്കൊന്ന് മറ്റേ ഇവിടെ വൃന്ദാവനത്തിൽ പോകാമെന്ന് പറഞ്ഞാലോ, അയ്യോ വയ്യ, ഗുരുവായൂരൊക്കെ ഭയങ്കര തിരക്കാന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ മറ്റേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നോളാം, എന്നിട്ട് അവിടുന്ന് ഞങ്ങളെ ബസ് എടുത്താൽ മതി എന്നെല്ലാം പറഞ്ഞ ആൾക്കാർ വരും. ആണല്ലോ? ഇത് നമ്മൾ സ്ഥിരം കാണുന്ന കാര്യം. എന്താ വെച്ചാൽ മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. ഏന പ്രകാരേണ മനകൃഷ്ണേ നിവേശ എന്ന് ആചാര്യന്മാർ പറയുന്ന കണക്ക് ആചാര്യന്മാർ കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ മനസ്സിനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ കാണിച്ചിരിക്കുക. അപ്പോൾ തീർത്ഥയാത്രയും എന്തിനാണ്? തീർത്ഥയാത്രയും നമ്മുടെ മനസ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ചിന്മയ മിഷൻ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നത് വേറെ പല ലക്ഷ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. എന്താ? ടീം ബിൽഡിംഗ് ഉണ്ട്. കാര്യം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളൊരു ടീമായിട്ട് വരുന്നത്. അപ്പം തീർത്ഥയാത്ര പോട്ടെ, യാത്രകൾ പലപ്പോഴും ഒരു ടീം ബിൽഡിംഗ് ആണ്. അപ്പോൾ ചിന്മയ മിഷൻ ചിലപ്പോൾ ഒരു യാത്ര വെക്കുന്നത് തീർത്ഥയാത്ര മാത്രമായി കണ്ടുകൊണ്ടായിരിക്കത്തില്ല. ഓക്കെ, എന്താണ് ചില സമയത്ത് ഈശ്വര ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഫണ്ട് റൈസറും കൂടെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സംഘടന നടന്നു പോകണമെങ്കിൽ ചില സമയത്ത് നിങ്ങൾ കച്ചവടമാക്കിയല്ലേ? ഇല്ല, നമ്മൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും പൈസ കുറവായിരിക്കും നമ്മുടെ കൂടെ വരുമ്പോൾ. ചില സമയത്ത് ഇതൊരു ഫണ്ട് റൈസറുമായിട്ട് നടത്തും. പക്ഷേ നമ്മളൊരു തീർത്ഥയാത്ര പോവുകയാണെങ്കിൽ അത് പോകേണ്ട രീതിക്ക് പോകണം. ഇല്ലെങ്കിൽ അതൊരു ടൂറാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. തീർത്ഥയാത്രയും ടൂറും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്താ വ്യത്യാസം? ഉദാഹരണം പറഞ്ഞാൽ തീർത്ഥയാത്രയിൽ അത് ആരാ തീർത്ഥയാത്ര ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവരും വീട്ടിലെ തിരക്കല്ലേ? എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് ഇവിടെ. ഈ തിരക്കിൽ നിന്ന്, അതായത് കുടുംബത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒരു ദിവസമോ 2 ദിവസമോ 5 ദിവസമോ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്തായി പറയുക? തീർത്ഥയാത്ര എന്ന് പറയുക. ആ സമയത്ത് പിന്നെ വീടിനെ പിടിച്ചോണ്ട് വരാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് എന്താണ്? ഭഗവാന്റെ കൂടെ ഇരിക്കാനുള്ള ശ്രമം നടത്തിയാൽ നന്നായി. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം തീർത്ഥയാത്രയിൽ നടക്കേണ്ടത്. ഓക്കെ, ആ സമയത്ത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ജപിക്കും, എന്തെങ്കിലും നാമജപങ്ങൾ നടക്കും, വിഷ്ണു സഹസ്രനാമം ചൊല്ലും. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം ജപിക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് അവിടുന്ന് പ്രസാദം കഴിക്കാൻ ശ്രമിക്കുക. അമ്പലത്തിൽ നിന്ന് പറ്റുകയാണെങ്കിൽ ഒരു സത്സംഗം. തീർത്ഥയാത്ര പൂർണ്ണമാകുന്നത് എന്താണ്? ഒരു സത്സംഗത്തോടു കൂടി തന്നെയാണ്. അപ്പം തീർത്ഥസ്ഥാനങ്ങളിൽ മഹാത്മാക്കൾ ആരെങ്കിലുമൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഭഗവാനെ പോയി തൊഴുന്നതിനോടൊപ്പം തന്നെ ഭഗവാൻ ആരാണെന്നും ഞാൻ ആരാണെന്നും അറിയാനുള്ള സത്സംഗങ്ങൾ കേൾക്കുന്നതും തീർത്ഥയാത്രയുടെ ഭാഗമാണ്. ഇതൊന്ന്. 2, തീർത്ഥയാത്രയ്ക്ക് വ്രതത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് വെപ്പ്. നമ്മൾ ശബരിമലയ്ക്ക് മാത്രമല്ലേ വ്രതം എടുക്കുള്ളൂ? അല്ലല്ല, നമ്മൾക്ക് എന്തിനും വ്രതം എടുക്കാമെന്ന കാര്യം എന്നാ? അതൊരു ചിട്ടയെ കൊണ്ടുവരും. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിന് വ്രതം എടുക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ ദിവസവും രാവിലെ പോകുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം പോകുന്ന ആൾക്കാർക്ക് ഞാൻ ഗുരുവായൂർ പോകുന്നു നേരത്തെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ആകുന്നത് എപ്പോഴും നല്ലതാണ്. കാര്യം ഇതും സാധനയുടെ ഭാഗമാണ്. ഓക്കെ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി, നല്ല തിരക്കുണ്ട്, ക്യൂ നിന്ന് 1.5 മണിക്കൂർ, എന്നിട്ട് ഭഗവാനെ തൊഴുന്നതാണോ നല്ലത്? നമ്മുടെ പരിചയക്കാരവിടെ ഉണ്ട്, അവർ വിളിച്ചവിടെ പേര് എഴുതിയിട്ടിട്ടുണ്ട്, എന്നിട്ട് പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? ഇപ്പൊ ക്ലാസ്സിലിരുന്ന് പറയും, ഞാൻ ഉൾപ്പെടെ നമുക്ക് പരിചയക്കാരുണ്ട്, അവരെ വിളിച്ചു പറയും, അവരകത്തോടെ കയറ്റി ഇങ്ങനെ പോയി ഭഗവാനെ കാത്തിരിക്കണേ തൊഴിൽ ഇറങ്ങും. പക്ഷെ ഒരു ഭക്തന്റെ കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ച് ഒരു തീർത്ഥയാത്ര ചെയ്യുന്ന സമയത്ത് ഭക്തന്റെ കാഴ്ചപ്പാടിൽ എന്താണ്? ഈ സമയം കൊടുത്ത് ചെയ്യുന്നതാണ് എന്താണ് കുറച്ചും കൂടെ നല്ലതെന്നാണ്. കാര്യം എന്നാ? അവനവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഭഗവാന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുക. ആ ദിവസം ഏറ്റവും കൂടുതൽ നേരം ഭഗവാനോടും ഭക്തന്മാരോടും ഒപ്പം ചെലവഴിക്കാനുള്ളൊരു സമയമാണ്. 1.5 മണിക്കൂർ നമ്മളവിടെ നിന്ന് അപ്പം ഫോണിൽ കളിക്കാമല്ലോ. ഗുരുവായൂർ പിന്നെ ഫോൺ എടുക്കാൻ പറ്റൂല. പക്ഷെ ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ആ ക്യൂവിൽ നിൽക്കുന്നത് സത്യത്തിൽ നമ്മുടെ പുണ്യത്തിനെ കൂട്ടുന്നതാണ്. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോഴും ശബരിമല പോകാനാണെങ്കിലും എന്താ നമ്മൾ ചോദിക്കും, പരിചയക്കാരെങ്കിലും ഉണ്ടോ? കാര്യം എന്നാ? ക്യൂ നിൽക്കാനൊക്കെ മടുത്ത സ്വാമീന്ന്. ഞാൻ ഉൾപ്പെടെ ചെയ്യും ചില സമയത്തൊക്കെ. പക്ഷെ തീർത്ഥയാത്രയുടെ താല്പര്യം ഇതാണ്. ഇത് പല രീതിയിൽ നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പല രീതിയിൽ. അത് ചിലപ്പോൾ 41 ദിവസം വ്രതം എടുത്തുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നതായിരിക്കാം ഒരു തരത്തിലുള്ള തീർത്ഥയാത്ര. ഇതല്ലെങ്കിൽ പിന്നെ വേറെ ഏതൊക്കെ തീർത്ഥയാത്രകളുള്ള കേരളത്തിലുള്ള? 4 അമ്പലമുണ്ട്. അധികം നാളായിട്ടില്ല. ഓക്കെ, നിങ്ങളൊക്കെ ചെറുപ്പം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു 4 അമ്പലം? ഇല്ല, എനിക്ക് തോന്നുന്നത് ഒരു 2000 ആ സമയത്ത് അല്ലെങ്കിൽ 90-കൾക്ക് ശേഷമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഓർമ്മയല്ല, ഞാൻ കേട്ടേക്കുന്നത്. ഞാനിത് ആദ്യമായിട്ട് അറിയുന്നത് 2005-ലെങ്ങാണ്ടാണ്. ഓക്കെ, 4 അമ്പലം തീർത്ഥയാത്ര. എന്ത് ഗംഭീരമായിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായി വരുന്നതെന്ന് നോക്കിയേ. കൺസെപ്റ്റ് രാമായണ മാസത്തിൽ ഒരു ദിവസം നമ്മൾ ഈ 4 പേരെയും കാണുന്നു.
അപ്പോൾ നമ്മൾ പറയും അയ്യോ ഈ പറഞ്ഞ കണക്ക് അത് നിങ്ങൾ ബിസിനസ് ആക്കിയില്ലേ. ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടാണത്. അവിടെ എക്കണോമിക്സ് ഉണ്ട്. CA-കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ ട്രഷറർമാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ആ വൈശ്യവൃത്തി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങനൊരു ഉത്സവം നടക്കുന്നത് കൊണ്ട് അവിടെ ധനം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമാഹരണം നടക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് ഇടപെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നാലമ്പലം തീർത്ഥയാത്ര ഉണ്ട്. ഞാൻ അടുത്തിടയ്ക്ക് അറിഞ്ഞതാണ്, ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. വാരി എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ആരാണ്ടരോട് സംസാരിക്കുകയും ചെയ്തു തോന്നുന്നു. വാരി എന്നാണ് അതിന് പറയാ. ഇവിടെ മഹാരാഷ്ട്രയിലാണ്. പണ്ഡരിപ്പൂർ എന്ന് കേട്ടിട്ടില്ലേ? പണ്ഡരിപ്പൂർ വാരി എന്നാണ്, അങ്ങണ്ടാണ് അതിന് പറയുക. ഓക്കെ, അത് ഇവരെങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഏതോ ഈ കഴിഞ്ഞ മാസമായിരുന്നു, 17 ദിവസം കണ്ടാണിത്. ഏകദേശം 25 ലക്ഷം ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യും. 25 ലക്ഷം ആളുകൾ, അത് ആലോചിച്ച് നോക്കിയേ. ഇത് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത് ഇപ്പോഴാണ്. എൻ്റെ ഒരു സുഹൃത്ത് അതിന് പോയിട്ടുണ്ട്. ഞാൻ അടുത്ത വർഷത്തേക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട് ആ സാധനം. 17 ദിവസം നടക്കണം. ഓക്കെ, 17 ദിവസം നടക്കണം. ഓക്കെ, ഇത് 25 ലക്ഷം ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, തീർത്ഥയാത്രയാണ്. ഇവര് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, മഹാത്മാക്കളുടെ നാമം ജപിച്ചുകൊണ്ട്, ദേഹൂന്നും ആളന്തി എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വാരി പുറപ്പെടുന്നത് പണ്ഡരപൂരിലേക്ക്. 25 ലക്ഷം ആളുകൾ. നമ്മൾ അവരുടെ കൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ ഈ കൾച്ചറിനെ അറിയും. അതോടൊപ്പം തന്നെ വലിയ ഭക്തനൊന്നും അല്ലേലും അറിയാതെ ആ ഭക്തി ഉള്ളിലേക്ക് വരും. ഈ 17 ദിവസം ഞാൻ മാറ്റി വെച്ചിരിക്കുക. എത്ര പേര്. അപ്പം ആ സുഹൃത്ത് പറയാ, നിങ്ങൾക്ക് ഈ 17 ദിവസം താമസവും ഭക്ഷണവും എല്ലാം ഫ്രീയാ. നിങ്ങൾക്ക് ഈ പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഭക്ഷണം ഫ്രീ ആണെന്ന്, നിങ്ങൾക്ക് ആഹാരം കിട്ടും. ഓക്കെ, അതുമാത്രമല്ല, ഈ നടന്നു വരുന്ന ആൾക്കാരുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. അവർ പറയാ, നമ്മളെ വിളിച്ചിട്ട് വരും. അപ്പം നമ്മൾ വിചാരിക്കും പൈസയ്ക്കാണ്. അല്ലല്ല, പൈസയ്ക്കല്ല. നമ്മൾ കാര്യം അത് അവർക്ക് സേവയാ. കാര്യം എനിക്കിത് നടക്കാൻ പറ്റില്ലല്ലോ, നടക്കുന്ന ആൾക്കാരെ സേവിക്കുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കൂ, എത്ര ഗംഭീരമായിട്ടാണ് ആചാര്യന്മാര് നമ്മളെ കൊണ്ട് സാധന ചെയ്യിപ്പിക്കുന്നത്. അത് ഇവിടെ പോകുന്ന ശബരിമലയിൽ പോകുന്ന ആയിക്കോട്ടെ, ഗുരുവായൂർ പോകുന്ന ആയിക്കോട്ടെ, ഇത് കണക്ക് വാരി ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്ന ആയിക്കോട്ടെ. നർമ്മദ പരിക്രമം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നർമ്മദയുടെ തീരത്തൂടെ പോകുന്നത്. നമ്മൾ പിന്നെ പിഴങ്ങാണ്ട് ഇതിനെ ബിസിനസ് ആക്കിയേ ഇതെല്ലാം ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ ഇല്ല. നമ്മുടെ ആചാര്യന്മാര് കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ 2-3 വർഷം നമുക്കും സന്തോഷമുള്ളൊരു കാര്യം, നമ്മളൊക്കെ അതിനെ സഹായിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു ഭാഗം എന്നൊന്നും പറയാൻ പാടില്ല, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയേക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 5 ദിവസത്തെ യാത്ര. 5 ദിവസമല്ല, ശങ്കര ജയന്തിക്ക് 5 ദിവസം മുമ്പ് യാത്രകൾ തുടങ്ങും. ഈ നാലമ്പലം പോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട 7 സ്ഥലങ്ങൾ. ഒന്ന് കാലടിയിൽ, പിന്നെ ശങ്കരൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ മേൽപ്പാഴൂർ മനയിൽ, അച്ഛൻ്റെ വീടായിട്ടുള്ള കാലടിയിൽ, പിന്നെ കാലടി ശ്രീകൃഷ്ണ ക്ഷേത്രം, മുതലക്കുളം, ഇപ്പുറത്തെ കാഞ്ചി സ്തൂപം, പൊന്മാനാടി എന്ന് പറഞ്ഞൊരു സ്ഥലം, അതേപോലെ തന്നെ സുവർണത്തുമന, ഈ കനകധാരാ സ്തോത്രം ചെയ്ത ഈ സ്ഥലങ്ങളിൽ ആളുകൾ തീർത്ഥയാത്രയായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ 3 വർഷമായി, 3 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. 2000 പേര് 3000 പേര് ഈ 5 ദിവസം കൊണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോകും. അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും എല്ലാവർക്കും വരാം, ചെയ്യാം. ഒരു ദിവസം കൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ പോയി. അപ്പം എന്താ, നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ച ഒരു കൃതി മാതൃപഞ്ചകം ജപിക്കും. വേറെ സ്ഥലത്ത് ശങ്കരാചാര്യ സ്വാമികളെ പറ്റിയിട്ടുള്ള കൃതി തോടകാഷ്ടകം ജപിക്കും. അപ്പം ഈ തീർത്ഥയാത്ര ആ രീതിയിൽ നടക്കുകയാണ്. ചിലപ്പം ഒരു പൂജയ്ക്കിരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇത്തരത്തിലുള്ള കാര്യം ഇൻസ്പയർ ചെയ്യും. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അപ്പോഴായിരിക്കും ഇയാൾ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ കാണുന്നതും ഈ രീതിയിൽ ജീവിതം മാറുമ്പോൾ ശരിയായിട്ടുള്ള ഉപദേശം ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് പൂജ ചെയ്ത് തുടങ്ങാമെന്നെല്ലാം തോന്നുക. നമ്മളെ വിജയമാഷിനെ ഓർക്കുന്നില്ലേ? ഏത് വിജയമാഷ്? ഇതിൻ്റെ അകത്ത് ചിന്താവിഷ്ടയ ശ്യാമളയ്ക്കകത്ത് അങ്ങേര് ശബരിമലയ്ക്ക് വ്രതം എടുത്ത് പോകുമ്പോൾ ആ വഴിക്ക് വെച്ചിട്ടാണ് ഇയാൾ ഒരാളെ കാണുന്നത്. ഏതോ ഒരു വലിയ അയ്യപ്പനെ കാണും. അപ്പോൾ അത് ഇയാൾ ഉടനെ വീട്ടിൽ പൂജ തുടങ്ങും. അങ്ങനെ ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള തീർത്ഥയാത്രകൾ നമ്മളെ നമ്മുടെ ആധ്യാത്മിക സാധനയിലേക്ക് ഉയർത്താൻ സഹായിക്കും. ഇപ്പം എനിക്ക് പൂജ ബോറടിയൊക്കെ ആണെങ്കിൽ തീർത്ഥയാത്ര തുടങ്ങിക്കോളാനാ. കാണുന്ന സ്ഥലം എനിക്ക് തീർത്ഥയാത്ര വലിയ താല്പര്യമുള്ളൂ. ടൂറാണോ? ടൂറായി തുടങ്ങിക്കോളാൻ.
നമ്മൾ വെറുതെ ടൂറിന് പൊക്കോ, പക്ഷേ പതുക്കെ 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 നമ്മുടെ വിഷനെ ഒന്ന് മാറ്റിയാൽ വളരെ ഗംഭീരമായിട്ട് ഇതെല്ലാം സാധനയായിട്ട് മാറും. അതിപ്പോൾ കർമ്മയോഗം ആയിക്കോട്ടെ, പൂജ ആയിക്കോട്ടെ, ജപമായിക്കോട്ടെ, അതല്ലെങ്കിൽ തീർത്ഥയാത്ര ഇത്യാദി കാര്യങ്ങളായിക്കോട്ടെ, വ്രതം എടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ. വ്രതം എടുക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ്, മനസ്സിലായില്ലേ? എന്താ പൗർണമി വ്രതം, തിങ്കളാഴ്ച വ്രതം, ഒരിക്കലെടുക്കുക, ഷഷ്ടി, ഇതൊക്കെ എന്താണ്? നമ്മുടെ സമയത്തിനെ കൂടുതൽ ഭഗവാനോട് ചേർത്ത് വെക്കാനുള്ള മാർഗങ്ങളാണ്. പൗർണമിയുടെ അന്നത്തെ പ്രത്യേകത എന്താ? ഇവിടെ പൗർണമി വ്രതം ഉണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെയാണ്, തെക്ക് സൈഡിലൊക്കെയാണ് പൗർണമി സംഘങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അമ്പലത്തിലെ അമ്മമാരുടെ ഗ്രൂപ്പിന് എന്താ പറയുന്നത്? മാതൃസമിതി എന്നുണ്ട്. നമ്മുടെ അവിടെ പൗർണമി സംഘങ്ങളുണ്ട്. കാര്യം ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഇവർ അന്ന് അവിടെ ഒരിക്കലായിരിക്കും മറ്റേ അമ്പലത്തിലെ പടച്ചോറ് കണക്കത്തെ ചോറ് അവരവിടെ ഉണ്ടാക്കി അതും ഇത്തിരി മുളകുടച്ചതും ആയിട്ട് അത് കഴിക്കും. ഉച്ചയ്ക്ക് രാമായണം വായിക്കും, അല്ലെങ്കിൽ ഭാഗവതം വായിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു നേരെ കഴിക്കുള്ളൂ. ഓക്കെ, സംഭവം ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പൗർണമിയുടെ അന്ന് അറിയാലോ, മനസ്സും ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. അപ്പം അന്ന് കൂടുതൽ ഇളക്കമുള്ള ദിവസം, ഇളക്കമുള്ളതല്ല, അന്ന് നമ്മൾ കൂടുതൽ സമയം ആ ഭഗവാനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം കൊടുക്കുക. ഒരു ദിവസം ഇവിടെ കൂടുതൽ അമ്മമാരാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം എന്തിനു വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്? ഒരു ദിവസം വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ചിലവഴിക്കുക സമയം. ഒരു 2.5-3 മണിക്കൂർ 3 നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലവഴിക്കുമായിരിക്കും. ഇതിൻ്റെ അകത്തുനിന്ന് 2 നേരത്തെ ആഹാരം കട്ട് ചെയ്തു, പിന്നെ 1 മണിക്കൂർ നമ്മൾ അന്നേ ഉള്ളൂ, ബാക്കി 2 മണിക്കൂർ നമുക്ക് ലാഭം. ആ 2 മണിക്കൂറും കൂടെ നമ്മൾ ഭഗവാനിലേക്ക് പിടിക്കാമെന്നാണ്. അപ്പം ഈ രീതിയിലുള്ള ഉപാസനകൾ പല രീതിയിൽ ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് തീർത്ഥയാത്ര ആയിക്കോട്ടെ, അത് കർമ്മയോഗം ആയിക്കോട്ടെ, അത് പൂജയായിക്കോട്ടെ, ജപമായിക്കോട്ടെ, ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഒതുക്കാനും അതിനെ പ്രോപ്പറാക്കി ഫോക്കസ്ഡ് ആക്കാനും ആ ഭഗവാനിലേക്ക് തിരിക്കാനും. ഇതിനെയൊക്കെ ബഹിരംഗ സാധന എന്ന് പറയും. ബഹിരംഗ സാധന. ഇനി നമ്മൾ കാണാൻ പോകുന്ന ചിന്തന ഇവിടല്ല, ഈ ചിന്തന അല്ല. ഇനി നമ്മൾ വേദാന്ത സാധന വരുന്ന സമയത്ത് ശ്രവണ മനന നിധിധ്യാസനം എന്ന് പറയുമല്ലോ, അതിനെ അന്തരംഗ സാധനകൾ എന്ന് പറയും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇത് ബഹിരംഗ സാധനകളാണ്. ഇതിൽ നമ്മൾ ഇന്നലെ ജപം കണ്ടു. അപ്പം ജപം എന്താണ്? ചിലപ്പം ഒരു നാമത്തിനെ ആദ്യം സ്തവനം ചെയ്യണം. ഏതെങ്കിലും ഭജന ഇത്യാദി കാര്യങ്ങൾ അത് ചെയ്യാം. അതല്ലെങ്കിലോ ഭജനയിൽ നമുക്കൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു നാമത്തിലേക്ക് കടക്കാം. ചില ആൾക്കാർക്ക് ഒരു നാമം ബുദ്ധിമുട്ടാണെങ്കിൽ സഹസ്രനാമം കിടപ്പുണ്ട്. വിഷ്ണു വിശ്വരോ ഷട്കാരോ ഭൂതഭവ്യോ ഭൂതപ്രഭു ഭൂതകൃത് ഭൂതപ്രഭു. അത് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ചെല്ലണം എന്നാ? നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്നൊരു പാർട്ടുണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ. എന്താണ് മറ്റേ ഇന്ന ഋഷിഹി എന്നെല്ലാം പറഞ്ഞ് കണ്ടിട്ടില്ലേ? അത് നമ്മൾ ചൊല്ലാറില്ലല്ലോ. ഇല്ല, നമ്മൾ നേരിട്ട് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണ്ണൻ ചതുർഭുജ, അത് കഴിഞ്ഞിട്ട് ഓം വിശ്വം വിഷ്ണു. കാര്യം ചില ആളുകൾ ഈ വിഷ്ണു സഹസ്രനാമമൊക്കെ അവരുടെ സാധനയായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ, ഋഷിയുടെ ഇതൊക്കെ ചെയ്തിട്ട് അംഗന്യാസമൊക്കെ ചെയ്തിട്ട് അവർ പ്രോപ്പറായിട്ടായിരിക്കും വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നത്. അയ്യോ ഇനി അങ്ങനെ ചെയ്താലേ അല്ലല്ലോ, നമുക്കിങ്ങനെ ചെയ്യാം. പക്ഷെ ചില ആൾക്കാർ വിഷ്ണു സഹസ്രനാമം അവരുടെ മെയിൻ സാധനമായിട്ട് എടുക്കുന്ന ആൾക്കാർ ഈ ന്യാസങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുക. അപ്പോൾ എന്താ, അതിന് അവർ കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് തന്നെ അവരത് ജപിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കണക്ക് തോന്നിയ സ്പീഡിലൊന്നും ആയിരിക്കത്തില്ല അവർ ജപിക്കുക. അവരതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കും അവർ ജപിക്കുക. ഓക്കെ, ഇത് ബലം ഉണ്ടാക്കും നമ്മുടെ ഉള്ളിൽ. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെന്താ, ഇതിൽ നിന്ന് ഒരു നാമത്തിലേക്ക് പോകാൻ പറ്റും. ആ ഒരു നാമം ചിലപ്പോൾ ഉറക്കെയായിരിക്കും നമ്മൾ ജപിക്കുക. ആ ഉറക്ക ജപിച്ചതിൽ നിന്ന് നമുക്ക് ഉപാംശു ജപത്തിലേക്ക് കടക്കാൻ പറ്റും. നമശിവായ ഓം നമശിവായ ഓം നമശിവായ ജപിച്ചതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മന്ദജപത്തിലേക്ക് കടക്കാൻ പറ്റും. ഓക്കെ, ഈ മന്ദജപത്തിൽ നിന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആ ജപത്തിനെ കൊണ്ടുവരാൻ പറ്റും. അതും വാക്ക് തന്നെയാണ്. നമ്മൾ ഇന്നലെ കണ്ടു, വൈഖരിക്ക് തൊട്ട് മുമ്പുള്ള മധ്യമാവാക്കാണ് അത് എന്ന് നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു, ഇവിടം വരെ നമ്മൾ കണ്ടു. പിന്നെ എങ്ങനെയാണ് ജപമാല കൊണ്ട് ജപിക്കേണ്ടതെന്ന് കണ്ടു. ഇപ്പോൾ ഒരു ചോദ്യം വന്നായിരുന്നു, മറ്റേ ക്ലിക്ക് കൊണ്ട് ജപിക്കാവോ? അതും കൊണ്ട് ജപിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, ഞാൻ എൻ്റെ സാധനയായിട്ട് ഇത്ര മാല ജപിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓടി നടന്നുകൊണ്ട് ജപിക്കാൻ പാടില്ല.
അത് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കൃത്യമായിട്ടൊരു ആൾട്ടർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അത് കണക്കുള്ളൊരു സ്ഥലത്തിരുന്ന് ജപിക്കുക. ബാക്കി എത്ര വേണമെങ്കിലും ജീവിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ജപിച്ചുകൊണ്ട് ചെയ്യാം. അമ്മമാര് നമ്മുടെ ഒരു വല്ലാത്ത കൾച്ചറായിരുന്നു നമ്മുടെ. ഇത് പറയുമ്പോൾ എനിക്കും ദുഃഖമുണ്ട്. കാര്യം എനിക്കും ഇത് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കും ഈ മുക്തകങ്ങൾ എന്നെല്ലാം കേട്ടിട്ടുണ്ടോ? അതായത് ഇത് ഒറ്റ വരി ശ്ലോകങ്ങളാണ്. ആ ഒരു ശ്ലോകത്തിൻ്റെ അകത്ത് ഒരു കഥ മുഴുവൻ കാണും. ഉണ്ണാനില്ലാതൊരു പിടി അവലും കൊണ്ടു ചെന്നാർ കുചേലൻ ടണ്ടൻ, അത്ര എനിക്കറിയത്തുള്ളേ. ഇത് കഴിഞ്ഞിട്ട് 2 ലൈനും 3 ലൈനും കൂടെ എൻ്റെ ആ കുചേല വൃത്തം കാണും. അതേപോലെ തന്നെ എന്താ തെച്ചിക്കാട്ടമരും ഭഗവാനെ എന്നെല്ലാം പറഞ്ഞിട്ടൊരു സാധനം. ഇത് തൃശ്ശൂരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇങ്ങനത്തെ ഒറ്റ ശ്ലോകങ്ങൾ. ഇത് അമ്മമാര് ആഹാരം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് ചൊല്ലിക്കൊണ്ടാണ് ഇവരിത് ഉണ്ടാക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് ഈ സാധനം അറിയത്തില്ല. എനിക്കറിയത്തില്ല. ശാരദാനന്ദ സ്വാമിജിയൊക്കെ ചില സമയത്ത് ചൊല്ലുന്ന സമയത്ത് ഞാനിത് കേട്ടിട്ടുണ്ട്. സ്വാമിജി ചൊല്ലുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ചൊല്ലാൻ അറിയാമെന്നല്ലാതെ എനിക്ക് തന്നെ അറിയത്തില്ല. സ്വാമിജി 2 3 എണ്ണമൊക്കെ ചൊല്ലും. ഗണേശൻ്റെ ഒരെണ്ണം ചൊല്ലും, ഈ കൃഷ്ണൻ്റെ ഒരെണ്ണം ചൊല്ലും, പിന്നെ ഇവിടെ തന്നെ ആ അമ്മയുടെ പേര് ഞാൻ മറന്നുപോയി, തിരുമാന്താംകൂന്ന്, അവിടുത്തെ ഒരെണ്ണം ചൊല്ലി. അങ്ങനത്തെ 1 2 എണ്ണേ സ്വാമിജി ചൊല്ലി ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ 100 കണക്കിന് 1000 ഉണ്ട് എന്നാ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഓരോ സമയവും ഇവർ സാധനയിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ജപിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ജപസാധനയായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കൃത്യമായിട്ടും ജപിക്കുക. അത് കൃത്യമാണ്. കുളിച്ചിട്ട് വൃത്തിയായിട്ട് നമ്മൾ ഇത്ര ജപം ചെയ്യും എന്നുള്ളതെല്ലാം വെച്ചിട്ട് ജപിക്കുക. അത് മസ്റ്റാണ്. ജപമാല, മന്ത്രം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഇനി നമ്മൾ ചിന്തനം, ആ ധ്യാനത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ കടക്കാം. ഓക്കെ, അതാണ് 7ാമത്തെ ശ്ലോകം. 7, 8 ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ചൊല്ലിത്തരാം. ആജ്യധാരയാ ശ്രോതസാ സമം, ശ്രോതസാ സമം സരളചിന്തനം വിരളതഃ പരം, സരളചിന്തനം വിരളതഃ പരം. ആജ്യധാരയാ ശ്രോതസാ സമം, ആജ്യധാരയാ ശ്രോതസാ സമം സരളചിന്തനം വിരളതഃ പരം, സരളചിന്തനം വിരളതഃ പരം. എന്താണ്? ആജ്യധാരയ സ്രോതസ്വാസമം സരളചിന്തനം വിരളതഃ പരം. എത്ര സിമ്പിളായിട്ടാണെന്നറിയോ രമണ മഹർഷി പറയുക. ഓക്കെ, വ്യക്തമായ വെണ്ണയുടെ അല്ലെങ്കിൽ നെയ്യുടെ അരുവി പോലെയുള്ള ഭഗവാനെ പറ്റിയുള്ള ധ്യാനം, അതൊരു തരത്തിലുള്ള ധ്യാനം. അതാണ് നമ്മൾ തൈലധാരവത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഉപാസനയെ പറ്റി പറഞ്ഞപ്പോൾ കണ്ടത്. പിന്നെയോ നദിയുടെ ഒഴുക്ക് പോലത്തെ ഒഴുക്ക്. ഓക്കെ, ഇതൊക്കെ എന്താണ്? തടസ്സപ്പെട്ട ധ്യാനത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഓക്കെ, ഒന്ന് നദി ഒഴുകുന്ന കണക്കത്തെ ഒഴുക്ക് നല്ലതാണ്, ഒഴുക്കുണ്ട് നല്ലതാണ്. അതിനേക്കാൾ കുറച്ചും കൂടെ വേണമെങ്കിൽ ഗുണമുള്ളതാണ് എന്താണ്? ആ നെയ്യ് ഒഴുകുന്ന കണക്ക്. നെയ്യ് എന്ന് പറഞ്ഞാൽ മറ്റേ തണുപ്പത്ത് പിടിച്ച് വെച്ചിങ്ങനെ കട്ടി പിടിച്ചൊക്കെ നെയ്യല്ല, ഒരിക്കലും നെയ്യുണ്ടല്ലോ, നെയ്യിങ്ങനെ ഇടതൂർന്നിങ്ങനെ. ഈ നെയ്യൊക്കെ ഉപയോഗിക്കാനുള്ള കാര്യം വേറെ ഉണ്ട്, നമ്മളിനി വരാം. നമ്മൾ പറയും നെയ്യ് എന്ന് പറഞ്ഞാൽ പവിത്രമാണ്, പുണ്യമാണെന്നെല്ലാം കാണിക്കാൻ. അത് മാത്രമൊന്നുമല്ല, അത് നമുക്ക് വെറുതെ ഗ്യാസ് കയറ്റാനുള്ളതാണ്. പക്ഷേ നെയ്യുടെ ഒഴുക്ക് കണക്ക്. ഓക്കെ, ഒഴുക്ക്, അതല്ലെങ്കിൽ നദിയുടെ ഒഴുക്ക്, ഇതെന്താണ്? ഇടമുറിഞ്ഞ ധ്യാനത്തിനേക്കാൾ മികച്ചാണ്. ധ്യാനവും എന്താണ്? സജാതീയ വൃത്തിപ്രവാഹമാണ്. ഇത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു. എന്താ സജാതീയ വൃത്തിപ്രവാഹം? ഒരേപോലത്തെ ചിന്തകളുടെ ഒഴുക്കാണ്. ഓക്കെ, ഒരേപോലുള്ള ചിന്തകളുടെ പ്രവാഹമാണ്. ജപവും സജാതീയ വൃത്തിപ്രവാഹമാണെങ്കിൽ ജപം രൂപത്തിനെയും നാമത്തിനെയുമാണ് ചിന്തിക്കുന്നതെങ്കിൽ ധ്യാനത്തിൽ ഗുണത്തിനെയാണ് സജാതീയമായിട്ട് ആ വൃത്തികൾ എന്താണ്? എന്ത് ചിന്തയാണ്? ഗുണത്തിനെയാണ്. ഓക്കെ, ക്വാളിറ്റി. ഓക്കെ, ധ്യാനം സ്വരൂപത്തിൻ്റെ, ആ നേച്ചറിൻ്റെ, ഗുണത്തിൻ്റെ ഒഴുക്കാണ്. ഓക്കെ, ആ ഭാവത്തിന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഞാൻ ധ്യാനിക്കുകയാണെന്ന് പറയുമ്പോൾ ടെക്നിക്കലി പറയുമ്പോൾ തുടക്കം എങ്ങനെയാണ്? ഞാൻ ഭഗവാന്റെ സർവശക്തിത്വത്തിനെയും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപകത്വത്തിനെയൊക്കെയാണ് മനസ്സിൽ കാണുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് ഞാൻ മനസ്സിൽ പറയുന്നത് ജപം തന്നെയാണ്.
ഓർത്തോണം. പക്ഷെ നമ്മൾ ധ്യാന പരിശീലനത്തിന് ചില സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ മനസ്സിൽ ജപിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ധ്യാന പരിശീലനം എന്ന് പറയും. പക്ഷേ സത്യത്തിൽ ധ്യാനം എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഗുണത്തിനെയാണ് നമ്മൾ ധ്യാനിക്കുക എന്ന് ഓർക്കുക. ധ്യാനം സഗുണവുമാകാം നിർഗുണവുമാകാം. അതായത് അത് കണ്ടന്റ് ബേസ്ഡ് ആവും. ഇവിടെ കണ്ടന്റിനേക്കാൾ ഉപരി എന്താണ്, അതിൻ്റെ ഒരു ക്വാളിറ്റിയെ പറ്റിയാണ് പറയുക. എന്താണ്, അത് കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുക. അപ്പം ഇവിടെ 3 തരമാണ് കാണിച്ചേക്കുന്നത്. ഒന്ന് ഇടമുറഞ്ഞ് ധ്യാനം, വേറൊന്ന് ജലമൊഴുകുന്ന ഉണക്കത്ത്, വേറൊന്ന് നെയ്യുടെ പോലെ. ധാര എന്ന് പറഞ്ഞാൽ എന്താണ്, ധാര എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, കണ്ടിന്യൂസ് ഫ്ലോ, അതാണ് ജലധാര. ഉണ്ട് അമ്പലത്തിൽ. ഇവിടെ നെയ്യുടെ പോലെ തുടർച്ചയായിട്ടുള്ള ഒഴുക്കാണ് വേണ്ടത്, നെയ്യുടെ പോലെ. ഓക്കെ, വെള്ളത്തിൻ്റെ ഒഴുക്ക് കണക്കല്ല, പക്ഷെ സരളമായിട്ടുള്ള എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള അൺബ്രോക്കൺ ആയിട്ടുള്ള ഒഴുക്കാണ്. ഓക്കെ, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നെയ്യുടെ ഒഴുക്ക് എന്താണിത്, വെള്ളത്തിൻ്റെ ഒഴുക്ക് വെസസ് നെയ്യുടെ ഒഴുക്കിൻ്റെ വ്യത്യാസം കമ്പയർ ചെയ്താൽ എന്താണ്, 2 ഉദാഹരണവും കണ്ടിന്യൂറ്റിയെ കാണിക്കുന്നുണ്ട്. ഒരു നദിയുടെ ഒഴുക്കും കണ്ടിന്യൂറ്റിയെ കാണിക്കുന്നുണ്ട്, നെയ്യുടെയും. പക്ഷേ ഒന്നില് വെള്ളത്തിൽ ആ സ്പോണ്ടേനിറ്റി കൂടുതലാണ്. സ്പോണ്ടേനിറ്റിയുടെ മലയാളം ഞാൻ തപ്പിയായിരുന്നേ. എന്താ സ്പോണ്ടേനിറ്റിയുടെ മലയാളം? അനൈശ്ചികത്വം. ഈശ്വര, അതെന്തോ സാധനം? സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ഞാൻ ഇതിന് മലയാളമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിക്ഷണറി നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കണ്ടത്. എനിക്ക് അതിൻ്റെ മലയാളം എനിക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും കാര്യം ആ സ്പോണ്ടേനിയസ് ആയിരിക്കും ഒഴുക്ക്. നേരെ മറിച്ച് നെയ്യാണെങ്കിൽ ആ കണ്ടിന്യൂറ്റി മോർ എവിഡൻ്റ് ആണ്. ഒഴുകുന്നത് പോലും നമ്മൾ അറിയില്ല. ഇങ്ങനെ 100 കണക്ക് അപ്പോൾ തേൻ ഒഴിക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വീഴും. വെള്ളമാണെങ്കിലും ഒഴുവാണെങ്കിലും ബ്ലും എന്ന് പറഞ്ഞിട്ടായിരിക്കും വെള്ളം വീഴുക. അപ്പം നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ധ്യാനം എങ്ങനെയായിരിക്കണം? നമ്മുടെ ധ്യാനം ആ നെയ്യുടെ ഒഴുക്ക് പോലെ ആയിരിക്കണം. അതാണ് ഉത്തമം, ശ്രേഷ്ഠം എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, വെറുതെ അല്ല ആജ്യം എന്ന് പറയാ. ഈ ആജ്യത്തിന് അല്ലെങ്കിൽ നെയ്യ്ക്ക് അതിന് സ്നേഹം അത് കൂടുതലുണ്ട്. എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? വിസ്കോസിറ്റി. ഇനി അതിൻ്റെ മലയാളം കാണണം. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ, കുറുകിയ അല്ലേ? ഈ സ്നേഹത്തിൻ്റെ ഈ ഇഷ്ടം എന്ന് നമ്മൾ പറയുന്ന സ്നേഹത്തിന് എന്തുകൊണ്ട് അതിന് സ്നിഹ് എന്നുള്ളതിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആ സ്നേഹം ആ ഒട്ടലിലുള്ളത് കൊണ്ടാണ് അതിന് സ്നേഹം എന്ന് പറയാൻ കാരണം. അപ്പം ഈ ആജ്യത്തിന് നെയ്യ്ക്ക് സ്നേഹമുണ്ട് എന്നാണ്. അപ്പോൾ ആചാര്യന്മാർ വളരെ രസകരമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്നേഹത്തിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ നെയ്യുടെ ഉദാഹരണം എടുത്തത് ആജ്യധാര പോലെ ആകണം എന്ന് പറയാൻ കാരണം? കാര്യം അവിടെ സ്നേഹമുണ്ട്. സ്നേഹത്തിന് 2 അർത്ഥം. ഒന്ന്, അവിടെ എന്താ, ആ ഇഷ്ടമുണ്ട്, ഭക്തിയുണ്ട്, അതേപോലെ ആ വിസ്കോസിറ്റി ഉണ്ട്, ആ കുറുകിയതാണ്. അപ്പം സ്നേഹമുണ്ടെങ്കിൽ എന്താണ്, നെയ്യിലുള്ള പോലുള്ള ആ കണ്ടിന്യൂസ് ഫ്ലോട്ട്. അപ്പം എനിക്ക് ഭഗവാനോട് ആ പ്രേമമുണ്ട് എങ്കിൽ, ഇത് വ്യാഖ്യാനാണ്, എനിക്ക് ഭഗവാനോട് ആ സ്നേഹമുണ്ടെങ്കിൽ, നെയ്യുടേതായിട്ടുള്ള ആ സ്നേഹം ഉണ്ടെങ്കിൽ, അത് ഒട്ടലല്ല പിന്നെന്താണ്, അതാ ഒരു പ്രേമമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും. നമ്മളൊക്കെ എന്താ ചെയ്യണ്ടേ? ഭഗവാനെ എല്ലാ സമയവും ചിന്തിക്കണം എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് എനിക്ക് എല്ലാ സമയവും ചിന്തിക്കാൻ പറ്റാത്തത്? ഈ സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, മനസ്സിലായില്ല. പറഞ്ഞുതരാം. ഇങ്ങനെയല്ല ഒരു ഉദാഹരണം പറയും. അതായത് ഒരു അമ്മ, ഇപ്പോഴത്തെ അമ്മമാരുടെ കാര്യമല്ല, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള അമ്മമാരുടെയൊക്കെ കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഒരു അമ്മ, എന്താണ്, അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ പറ്റിയിട്ട് ഏത് സമയം ഒരു ചിന്ത ഉണ്ടായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? അത് നിങ്ങളും അങ്ങനെ. ഇവിടെ ഇനി ഈ പ്രായം കുറഞ്ഞ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് പ്രശ്നമുണ്ടോ ഭഗവാനെ? എല്ലാവരും അങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് സത്യമാണ്. നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വില കൊടുക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ മനസ്സിൻ്റെ സ്പേസ് എത്രത്തോളം അത് ഒക്യുപ്പൈ ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ കോട്ടയത്തെ ആശ്രമത്തിൽ ആയിരുന്ന സമയത്ത് ഞാൻ എവിടെ പോയാലും എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം അവിടുത്തെ ക്ഷേത്രത്തിനെ പറ്റിയായിരിക്കും. കാര്യം രാവിലെ വൈകുന്നേരം ഞാനത് തുറക്കണം, വേറെ രാത്രി എത്ര താമസിച്ചാണ് ഞാനവിടെ വരണം. മനസ്സിലായില്ല? അത് നമ്മളിങ്ങനെ കിടക്കും, എൻ്റെ മെൻ്റൽ സ്പേസിൽ അവിടെ ഉണ്ടത്. അതേപോലെ ഒരു അമ്മയിൽ എന്താണ്, കുട്ടികളോടുള്ള ഒരു സ്നേഹം. ആ സ്നേഹം ഉണ്ട് എങ്കിൽ എപ്പോഴും ഈ ഒരു കണ്ടിന്യൂറ്റി കാണും, മുറിയത്തില്ല. ഇവിടെ അജ്യധാരയ
എന്ന് പറയുന്ന സമയത്ത്, അതായത് ആ തൈലധാരവത്ത് ആ ധ്യാനം സംഭവിക്കണം എന്നുണ്ട് എങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ ആ ഭഗവാനെ ഓർത്തിട്ടുള്ള സ്നേഹം വേണം, പ്രേമം വേണം. അതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. സത്യസന്ധമായിട്ട് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, സത്യമാണത്, അല്ല അത് ഇതല്ല, പല്ലിയല്ല, അത് വേറെ നണ്ടാണ്. ഓക്കെ, സത്യമായിട്ട് പറയും, നമുക്ക് എഫേർട്ട് എടുത്തിട്ടാണോ നമ്മൾ ഭഗവാനെ ചിന്തിക്കുന്നത്, അതോ ഓട്ടോമാറ്റിക്കലി ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് വരുമോ? നമ്മളിൽ 99% ആളുകൾക്കും നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് ചിന്തിക്കുക. പക്ഷേ ഉയർന്ന തലത്തിലുള്ള സാധകർക്ക് ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല. അവിടെ ആ ഭഗവാന്റെ ചിന്ത നാച്ചുറലാണ്, എഫേർട്ട്ലെസ് ആണ്. അവരെല്ലാത്തിലും ഭഗവാനെ കാണും, എല്ലാത്തിലും കാണും. ഭഗവാനെ, എല്ലാവരും ഭഗവാനാണ്. മനസ്സിലായില്ലേ? ഈ ഒരു കാര്യമാണ്, ഈ ഒരു എന്താണ്, ആ ഒരു സ്പോണ്ടേനിറ്റിയും ആ ഒരു ഇത് വേണം നമുക്ക് എന്തിൽ? ഭഗവാനെ ചിന്തിക്കുമ്പോൾ. അപ്പം അജ്യധാരയ എന്ന് പറയുമ്പോൾ, ഇടമുറിയാത്തത് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഓരോ നിമിഷവും ഭഗവാനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ സ്നേഹത്തിനെ കൊണ്ടുവരാനുള്ള കാരണം 2 കാര്യമാണ്. ഒന്ന്, ആജ്യത്തിൻ്റെ ആ ഒരു എന്താണ്, നെയ്യുടെ വിസ്കോസിറ്റിയെ സൂചിപ്പിക്കാൻ. 2, ധ്യാനിക്കുന്ന സമയത്ത് ആ സ്നേഹം, ഭക്തി ഉള്ളപ്പോൾ സരളചിന്തനം നാച്ചുറലായിട്ട് വരും എന്ന് കാണിക്കാം. സരളചിന്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടിന്യൂസ് ഫ്ലോ, അത് നാച്ചുറലാണ് എന്ന് കാണിക്കാം. ഭക്തി ഇല്ലെങ്കിൽ വിരള ചിന്തനമായിരിക്കും. നമുക്ക് ഭക്തി ഇല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ചിന്ത അത്ര കണ്ടിന്യൂസ് ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഭക്തി ഉണ്ടാക്കി കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ ഭഗവാൻ രമണ മഹർഷി ഇവിടെ ആ കണ്ടന്റ് ഓഫ് ധ്യാനത്തിനെ അല്ല പറയാം, എന്തിനെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറയുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം ഇവിടെ ക്വാളിറ്റി ഓഫ് ധ്യാനത്തിനെയാണ് പറയാം. ക്വാളിറ്റിയാണ്. നമുക്ക് എങ്ങനെ ഇത് കൂട്ടിയെടുക്കാൻ പറ്റും? എങ്ങനെയാണ് എനിക്ക് സ്നേഹത്തിനെ കൂട്ടിയെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് എനിക്ക് സ്നേഹത്തിനെ കൂട്ടിയെടുക്കാൻ പറ്റുക? എനിക്ക് പ്രേമം എങ്ങനെയാണ് കൂട്ടിയെടുക്കാൻ പറ്റുക? എങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റുക? എങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റുക? എങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റുക? അറ്റാച്ച്മെന്റ് ആണ് ഇത്. അവസാനം എങ്ങനെ എനിക്ക് കൂട്ടിയെടുക്കാൻ പറ്റുക? ആചാര്യന്മാർ 3 രീതിയിൽ പറയും, 3 കാര്യങ്ങൾ പറയും. അഭിപ്രായങ്ങളായിട്ടാണ് അവർ പറയുക. ഒന്ന് പറയുക, അവർ പറയുക അറിവ് സ്നേഹത്തിനെ കൂട്ടും എന്നാണ്. ഐസ്ക്രീം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതെങ്ങനെ നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് മനസ്സിലായേ? ഒരു പ്രാവശ്യം ഐസ്ക്രീം കഴിച്ചു നോക്കി, കഴിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ. അതേപോലെ ഞാൻ ഭഗവാനെ അറിയുന്ന സമയത്ത്, അറിയാൻ ശ്രമിക്കുമ്പോൾ, ഇത്ര ഗംഭീരനാണ്, എനിക്കിതൊക്കെ നൽകുന്നത് ഭഗവാനാണ് എന്നത് അറിയുന്ന സമയത്ത് എന്താണ്, എനിക്ക് ഭഗവാനോട്. അതുകൊണ്ടാണ് സത്സംഗത്തിന് പോകണമെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇതിൻ്റെയൊക്കെ തുടക്കം വിടുന്ന സത്സംഗത്തിൽ നിന്നാണ്. സത്സംഗത്തിന് പോകുമ്പോഴാണോ ഭഗവാൻ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടെന്ന് നമുക്ക് കത്തുന്നത്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആ കൂടി കാണിച്ചേക്കുന്നത് എന്താ, അമ്പൊറ്റിയെ നോക്ക് തൊഴുതേ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരു വാട്സപ്പിലൊരു, എനിക്കത് കണ്ടിട്ട് എത്ര ചിരിക്കാൻ പറ്റിയത്. അത് ഒരു കൊച്ചു കുഞ്ഞ് ഇങ്ങനെ കണ്ട ഉടനെ ഇവനിങ്ങനെ തൊഴുക. കാര്യം ഇപ്പം ഇതെന്ന് വെച്ചാൽ ഇവനെ പഠിപ്പിച്ചിട്ടുണ്ടേ, ഇങ്ങനെ വിളക്കെല്ലാം കത്തി നിൽക്കുന്നിടത്ത് തൊഴണം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റേ ആ ചിക്കൻ ഇങ്ങനെ കുത്തിയിട്ട് കറക്കുന്ന സാധനമില്ലേ, വീഡിയോ ഉണ്ട്, വളരെ വൈറലാണത്. അതായത് ഇവനിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, അപ്പം ഇവനെ എവിടെയും തൊഴിയിപ്പിച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തി അല്ലെങ്കിൽ അഗ്നി ഇങ്ങനെ കത്തി നിൽക്കുന്ന സ്ഥലത്തെല്ലാം ഇവൻ പോയി തൊഴും. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 ചിക്കൻ ഇങ്ങനെ കുത്തിയിട്ട് അതിങ്ങനെ കറങ്ങുക. ആ കറങ്ങുന്നതിൽ ഈ കൊച്ചൻ നിന്ന് തൊഴുന്നുണ്ട് വളരെ ഭക്തിയോടുകൂടി. ഇങ്ങനെ ആകും ചില സമയത്ത്. നമ്മളെല്ലാവരും, നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ബേസിക് പ്രശ്നം എന്താണ്? ഞാനും നമുക്കെല്ലാവർക്കും ഉള്ള പ്രശ്നം, നമ്മൾ അറിഞ്ഞല്ല ഭഗവാനെ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മുടെ എല്ലാവർക്കും പറഞ്ഞ അമ്പൊറ്റിയെ തൊഴുതേ, അമ്പൊറ്റി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ടല്ലേ നമ്മളെല്ലാവരും നമ്മൾ അടുത്ത തലമുറയിലേക്കും കൊടുക്കുന്നത് എങ്ങനെ? അത് തന്നെ, ബാ മോനെ ഇവിടെ വന്നിരിക്കൂ, എന്താണെന്നറിയോ ഭഗവാൻ, അങ്ങനെ പറഞ്ഞിട്ടല്ല നമ്മൾ കൊടുക്കുക. പക്ഷേ ഇത് അറിയേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ പറഞ്ഞ കണക്ക് ഒരു ഗ്രൂപ്പ് ആൾക്കാർ കാണുന്നതിൽ എല്ലാത്തിലും പോയി തൊഴും, അന്ധവിശ്വാസം ആ ലൈനിൽ പോവും. വേറെ ചില ആൾക്കാർ റബലാവും. റബലാകുന്ന സമയത്ത് അവർക്ക് വേണ്ട ലോജിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകിൽ അവന്മാർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോവും, ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു പോകും.
ഇതാണ് സാധാരണ നടക്കുന്നത് എല്ലായിടത്തും. വേറെ കുറച്ച് പേരുണ്ട് വളരെ നല്ല ആൾക്കാരാണ്, അവർ ഈ പറഞ്ഞ കണക്ക് അച്ഛനും അമ്മയെല്ലാം പറയുന്നത് കേട്ടിട്ട് അവരുടെ ജീവിതത്തിലെ ചില ആൾക്കാർ ഇതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരെയാണ്. ഇത് അറിഞ്ഞു തുടങ്ങുമ്പോൾ ഭഗവാനോടുള്ള സ്നേഹം കൂടും. ഇതൊരു താല്പര്യം. രണ്ടെന്താ? രണ്ട്, അറിയുമ്പോൾ സ്നേഹം കൂടും, സ്നേഹം കൂടുമ്പോൾ അറിയാൻ ശ്രമിക്കും. നമ്മൾ പറയില്ലേ എന്നെപ്പറ്റി എന്താ പറഞ്ഞേ, എന്നെപ്പറ്റി എന്താ പറഞ്ഞേ, ചില സമയത്ത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവൾ എന്നെപ്പറ്റി പറഞ്ഞേ, എന്തെങ്കിലും എന്നെപ്പറ്റി ചോദിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കും. നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ, അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അയാളെ സ്നേഹിക്കും. അപ്പോൾ ഈ ജ്ഞാനവും അറിവും സ്നേഹവും എന്താണ്? റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്നല്ലേ പറയാം? അതെ, പരസ്പരം ആലോചിച്ചു. നമ്മൾ ഇത് നമ്മുടെ സാധനയാക്കണം. ഭഗവാനെ അറിയാൻ ശ്രമിക്കണം. അതോടൊപ്പം ഓട്ടോമാറ്റിക്കലി എന്താണ്? ഭഗവാനോടുള്ള സ്നേഹം വരും. ഇനി സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇതൊന്നും ചെയ്തില്ലേലും നമ്മൾ ഒന്ന് അവൈലബിൾ ആയാൽ, നാരദ മഹർഷിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹമുണ്ട്, നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹ ബഹുമാനങ്ങളുണ്ട്. വലിയ നിരീശ്വരവാദികളുണ്ടല്ലോ, എനിക്കിഷ്ടം പോലെ ഇമാതിരി ഐറ്റമായിട്ട് കൂട്ടുണ്ട്. നമുക്ക് ധാരാളം സുഹൃത്തുക്കൾ കൊടൂര നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അപ്പം അവരറിയാതെ ഭഗവാനെ എന്ന് വിളിക്കും. ഭഗവാനെ എന്നൊന്നും ആയിരിക്കത്തില്ല വിളിക്കുക, ദൈവം എന്നൊന്നും പറയത്തില്ലായിരിക്കും, പ്രാർത്ഥന എന്നും ആയിരിക്കത്തില്ല പറയുക. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ട്, കൊടികെട്ടി നിരീശ്വരവാദിയും അതിനേക്കാളുപരി പ്രസംഗിക്കുന്നൊക്കെ ആളാണ്. ഓക്കെ, പുള്ളിക്ക് കുട്ടി ഉണ്ടാകുന്ന ദിവസം ആദ്യത്തെ കുട്ടി ഉണ്ടായി. അപ്പോൾ പുള്ളി ഇത് കഴിഞ്ഞിട്ട് വന്ന് കഥ ഉണ്ടൊക്കെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞില്ല, ഒറ്റ ഇതേ ഉള്ളൂ, കണ്ണും കയ്യും കാലെല്ലാം കറക്റ്റായിട്ട് വേണം. മനസ്സിലായില്ലേ കുട്ടിക്ക്? ഞാൻ പറഞ്ഞു, ചേട്ടാ അതിനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. നമ്മുടെ ഭഗവാനോട് പറയില്ലേ, ഭഗവാനെ എല്ലാം കൃത്യമായിട്ട്, എനിക്കൊരു ഒറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്താ ഒറ്റ ഇത്, ഇതെന്താണെന്ന് പറ. ഇത് നമ്മൾ ഭഗവാനിലേക്ക് ആ സമയത്ത് കൊടുക്കും. എന്തിനാ പ്രാർത്ഥന എന്നുള്ള വേറൊരു സമയത്ത് കാണാം. പക്ഷേ എന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരുടെ ഉള്ളിലും ആ ഉയർന്നതിനോടുള്ള ഒരു സ്നേഹമുണ്ട്, അതിനോടൊരു ബഹുമാനമുണ്ട്. ആ ഉയർന്നതിനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ശാന്തരാകും. ഉദാഹരണം പറയട്ടെ, നമ്മൾ കടപ്പുറത്ത് പോയിട്ടുണ്ടോ? മനസ്സ് ടക്കെന്ന് പറഞ്ഞ് ശാന്തമാകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിട്ടാണെങ്കിലും നമ്മളൊന്ന് കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ, കടപ്പുറത്ത് മറ്റേ കപ്പലിൻ്റെ വിൽക്കുന്നതിനെ നോക്കി നിൽക്കാൻ പാടില്ല. നമ്മൾ അതൊക്കെ മാറ്റിയിട്ട്, ഫോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെറുതെ ആ കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവും. എന്താ കാര്യം എന്നറിയോ? അവിടെ നമ്മൾ ആ ഒരു മാഗ്നാനിമിറ്റിയിൽ, അല്ലെങ്കിൽ ആ ഒരു വാസ്റ്റ്നെസ്സിൽ നമ്മൾ ആ ഭഗവാനെയാണ് കണക്റ്റഡ് ആകുന്നത്. പെർഫെക്ഷനുമായിട്ട് നമ്മൾ ചേരുന്നതിൻ്റെ എന്തിലും നമ്മൾ ആ ഈശ്വരനെ ദർശിക്കും, നമ്മൾ ശാന്തമാകും. കുട്ടികൾ ഡാൻസ് കളിക്കാമെന്ന് വെച്ചോ, നല്ലൊരു ഡാൻസ്, സൂപ്പർ ഒരു ഗംഭീര ഡാൻസ് ആയിക്കോട്ടെ, നമ്മൾ പറയത്തില്ല എവിടാണോ കണ്ണ് അവിടാണ് ശരീരം എന്നെല്ലാം പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു ഡാൻസ് കണ്ടാൽ അതിൽ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഡാൻസിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിലും പെട്ടെന്ന് ട്യൂൺഡായിട്ട് അവരുടെ മനസ്സ് ശാന്തമാവും. രാവിലെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരികയാണെന്ന് വെച്ചോ, അതെനിക്ക് പ്രകൃതിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉദാഹരണം. അവിടെ നമുക്ക് ഭഗവാനെന്നൊന്നും വിശ്വാസം പോലും വേണ്ട, ആ പെർഫെക്ഷനെ കാണുന്ന സമയത്ത് എന്താണ്? നമ്മുടെ മനസ്സ് ശാന്തവും. ഈ പെർഫെക്ഷനാണ് ഭഗവാൻ എന്ന് പറയുക. മനസ്സിലായല്ലേ? ഒരു രീതിയിൽ നമ്മൾ ഇതിൽ തുടങ്ങുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ എല്ലാവരും നീ ശിവനായിട്ട് ഭജിക്കാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ എന്താ പ്രകൃതിയുടെ കൂടെ നിൽക്കൂ, പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ എന്നൊക്കെ ആചാര്യന്മാർ പറയുന്നതിൻ്റെ കാര്യം എന്നാ? കുറച്ച് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ നമ്മൾ ആ ഗ്രേസിനെ പറ്റി ഓർത്തുപോകും. ഗ്രേസ് അതെന്താ സംഭവം? ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹം ആണ്. പക്ഷെ ഗ്രേസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ അനുഗ്രഹത്തിൽ നിന്ന്, ബ്ലെസ്സിങ്സിൽ നിന്നൊരു ഇത്തിരി വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പം ഗ്രേസ് മാർക്ക് എപ്പോഴാണ് ടീച്ചറെ കൊടുക്കുന്നത്? അതായത് 36 മാർക്ക് വേണം ജയിക്കാൻ. 34 മാർക്ക് കിട്ടിയവനാണ് നമ്മൾ ഈ 2 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. 20 മാർക്ക് കിട്ടിയവന് കൊടുക്കുമോ? കൊടുക്കത്തില്ല. അതായത് അത്രയും ഒരു പണിയെടുത്തവനാണ് നമ്മൾ ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴാണ് ഭഗവാന്റെ ഗ്രേസ് അറിയുന്നതെന്ന് അറിയാവോ? നമ്മൾ പണിയെടുക്കുമ്പോഴാണ്.
ആചാര്യന്മാർ പല എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഗുരുദേവൻ്റെ ഗ്രേസിനെ പറ്റി പറയും. ഗുരുദേവൻ ഇങ്ങനെ അമ്പയെന്ന് അനുഗ്രഹിച്ചു എന്ന്. എപ്പോഴാന്ന് വെച്ചാൽ അത് നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിലിരുന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ടെക്നിക്കലി കേൾക്കും, ഗ്രേസ് ഉണ്ട്, ഗുരുദേവ്സ് ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്സ് എവർ ഫ്ലോ ത്രൂ അസ് എന്നല്ല നമ്മൾ ചപ്പടാച്ചി അടിക്കുന്നതല്ലാതെ ഈ ഗ്രേസ് എപ്പോഴാണ് അറിയാമെന്നറിയോ? നമ്മൾ ഫീൽഡിൽ പണിയെടുക്കുമ്പോഴാണ്. നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ തള്ളാൻ പറ്റാത്ത, മൂവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ നടക്കും. ഇനി ഒന്നുകൂടെ അത് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. കാര്യം അതപ്പം നടന്നത് ആ ഭഗവാന്റെ ഒരു ഗ്രേസും ഉണ്ടാകും. നമുക്കൊരു വലിയ ഭാഗ്യമുണ്ട്. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റെല്ലാമായിട്ട് ഇടപെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രേസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം വീണ്ടും നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വന്നു. എന്താ പോയിന്റ്? എനിക്ക് എപ്പോഴും ഈ ഭഗവാനെ അറിയാൻ പറ്റുന്നത് ആദ്യം പറഞ്ഞ കർമ്മയോഗ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്രേസ് ആയിട്ട് അറിയും. സത്സംഗം ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലി ആചാര്യന്മാർ പറഞ്ഞറിയും. ഇങ്ങനെ അറിയുന്ന സമയത്ത് എനിക്ക് ഭഗവാനോട് സ്നേഹം തോന്നും. ഈ സ്നേഹം തോന്നുന്ന സമയത്ത് ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ചിന്ത ആജ്യധാരയാകും. ആ തോട്ട് ഫ്ലോ പിടിച്ചാ ഇല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ല. അതായത് നമ്മൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്നിട്ട് എനിക്ക് ധ്യാനിക്കണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന്. ആജ്യധാരയാ സ്രോതസാ സമം സരള ചിന്തനം വിരളതഃ പരം. അതൊക്കെ കറക്റ്റ്. ആജ്യധാര പോലെ എൻ്റെ ചിന്തയെ കൊണ്ടുവരണം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ കുറച്ച് പണിയെടുത്ത് വെക്കണം. എന്താ പണി? എൻ്റെ മനസ്സിൽ ആ ഭഗവാനെ ഓർത്തിട്ട് എനിക്കൊരു സ്നേഹം ഉണ്ടാകും. ഈ സ്നേഹം എങ്ങനെ ഉണ്ടാക്കാം? ഒന്ന് സത്സംഗം വഴി ഉണ്ടാക്കാം. അതിൽ കൂടെ ഞാൻ ഈ സമൂഹത്തിൽ പണിയെടുത്ത് ആ ഭഗവാന്റെ ഗ്രേസ് അറിയണം. അങ്ങനെ അറിയുന്ന സമയത്ത് എനിക്ക് ഭഗവാനോട് സ്നേഹം ഉണ്ടാകും. ആ സ്നേഹം എൻ്റെ ഭഗവാനോടുള്ള ചിന്തയെ മുറിക്കാത്തതാക്കും. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ചിലപ്പോൾ എനിക്ക് ഭഗവാനോട് ഇടമുറിയാത്ത ചിന്ത കണക്ട് ചെയ്യാൻ പറ്റുന്നവരില്ല. അതിനെന്താ? ചിലപ്പോൾ കർമ്മയോഗം ചെയ്യണം, അതിന് സത്സംഗം ഇത്യാദി കാര്യങ്ങൾ ചെയ്യണം, പൂജ ഇത്യാദി കാര്യങ്ങൾ ചെയ്യണം, ജപ ഇത്യാദി കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ആചാര്യന്മാർ ഇത് മുഴുവൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചേക്കുന്നത് എന്തിനാണ്? ഈ ഇടമുറിയാത്ത ചിന്ത ഭഗവാനിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ക്വാളിറ്റി ഓഫ് തോട്ട്സ് ഉണ്ട്, അത് അടുത്ത ശ്ലോകത്തിൽ കാണും, നമ്മൾ നാളെ കാണും. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താവുന്നതാണ്. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ഇത് സ്ഥിരം കഥയാണ്. കൊച്ചിലെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ അല്ല, എനിക്ക് പ്രത്യേക രീതിയിലുള്ള ഫീല് തരുന്ന കഥയാണ്. അതായത് ശിവരാത്രിയുടെ അന്ന് എല്ലാവരും അകത്തിരുന്ന് ശിവൻ മന്ത്രമൊക്കെ ജപിച്ചിട്ട് അഭിഷേകമൊക്കെ ചെയ്തു. അപ്പോഴാണ് ഒരു അമ്മുമ്മ പുറത്തിരുന്ന്, ഭിക്ഷക്കാരിയായിരുന്നൊരു അമ്മുമ്മ ഒരു കൂവളത്തിലെടുത്ത് ഇങ്ങനെ എറിഞ്ഞ ഉടനെ അത് പറന്നുപോയി ഭഗവാന്റെ ശിവലിംഗത്തിൽ വീണു. ഈ അമ്മുമ്മയ്ക്ക് എന്ത് കിട്ടി? മോക്ഷം കിട്ടി. ഈ കഥ കേട്ടിട്ടില്ലേ? അല്ലെ ഈ റേഞ്ചിലുള്ള കഥകൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുക എൻ്റെ അമ്മൂമ്മയോട് ചോദിക്കും, അതെങ്ങനെ അമ്മൂമ്മ ഇങ്ങനെ ഒരു ഇതെഴുതി ചെയ്തപ്പോൾ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വെറുതെ ആയിപ്പോയോ? അപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇത് പറഞ്ഞു തരാൻ അറിയത്തില്ല. അവിടെ അതൊക്കെ അങ്ങനെ ഇത് കേട്ടാൽ മതി എന്ന് പറഞ്ഞാളയും. പക്ഷേ സത്യം എന്താ വെച്ചാൽ, ഒന്ന് അവരുടെ ക്വാളിറ്റി ഓഫ് തോട്ട് അത്രയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അത് പക്ഷേ ഇവർക്ക് പറഞ്ഞുതരാം. ഒരു കഥയായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വെച്ചു എന്നേ ഉള്ളൂ. ഇതിനെ നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചു. ചില ആൾക്കാർ പറയും, എന്താ വ്യാഖ്യാനിക്കുന്നത് അറിയോ? പാവങ്ങളുടെ കൂടെയാണ് ഭഗവാൻ, പായസക്കാരകത്തുകൊണ്ട് കുറെ പാലൊഴിച്ചത് കൊണ്ടൊന്നും ഈശ്വരനെ കിട്ടില്ല. അതല്ല എൻ്റെ താല്പര്യം. നമ്മൾ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും, പക്ഷെ അതല്ല എൻ്റെ താല്പര്യം. ഈ അമ്മയുടെ ക്വാളിറ്റി ഓഫ് തോട്ട് കറക്റ്റ്. മറ്റേത് അകത്ത് എത്ര ചെയ്യുന്ന അത് സാധനം തന്നെയാണ്. അതിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല എന്നാണ്. നമ്മൾ എപ്പോഴും കണ്ടോ പഠിച്ചു വെച്ചെന്താ, ഈ അകത്തിരുന്ന് മറ്റേ ഇതൊഴിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരാ, കണ്ട അവർ കുറേ അങ്ങനെയല്ല. ഇതെല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്നവരാണ്. ഗംഭീര ഒരു കഥയുണ്ട്. എങ്ങനെയാണെന്നറിയൂ, മഹാത്മാക്കളൊക്കെ മഹാത്മാക്കളാകുന്നത് അവരുടെ ബാക്കിയുള്ളവരെ അവരുടെ തലത്തിലേക്ക് ഉയർത്താൻ പറ്റുന്നത് കൊണ്ടാണ്. ചിന്മയാനന്ദ സ്വാമിജിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരാളെ ഫിക്സ് ചെയ്തു. ഏതൊരു സ്ഥലം എനിക്കറിയാം, ഞാൻ പറയുന്നില്ല എവിടെയാണ്. അവിടെ ഇവർ ഫിക്സ് ചെയ്ത ആളെന്ന് പറയുന്നത്
നാട്ടിൽ അറിയപ്പെടുന്ന ഗുണ്ടയും അതിൽ ഒരു വലിയ ഗുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീസൻ്റാണ്, പക്ഷെ പണ്ട് ഗുണ്ടയായിരുന്നു. ഈ അബ്കാരി ബിസിനസ് നടത്തുന്നു, സ്വന്തം പേരിൽ കുറേ ബാറുകളും ഇത്യാദി കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഇതിവർ ഫിക്സ് ചെയ്ത് ഇയാളെ അറിയിച്ചു. അപ്പോഴാണ് കമ്മിറ്റിക്കാർക്ക് ആമി ഇതും ശരിയാവില്ല, ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ചിന്യാവിഷ്ണു ചീത്തപ്പേര് അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര വേണം. സ്വാമി പറഞ്ഞില്ല, ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തു, ഇതേ ഉള്ളൂ, അങ്ങനെ തന്നെ വരും എന്ന് പറഞ്ഞു. ഇത് ആൾക്കാർ എതിർക്കുന്നൊക്കെ ഉണ്ട്, ചിന്യാവിഷ്ണുള്ള ആൾക്കാരൊക്കെ. ഏറ്റവും അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇദ്ദേഹം ആ യജ്ഞത്തിൻ്റെ ദിവസം ഉദ്ഘാടനത്തിൽ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആരുടെയെങ്കിലും യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ വരുന്നത്? കൊടി സുനി വരികയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇത് അത് കണക്കത്ത് ഒരാൾ വരിക. പക്ഷെ ഇയാൾ വന്നിട്ട് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നൊരു സാധനം ഇത് വായിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് കരയാണ്. കാര്യം എന്താ വെച്ചാൽ ഗുരുദേവൻ ഇങ്ങേരെ ഫിക്സ് ചെയ്ത് ഒരു 6-7 മാസം മുമ്പാണ് ഇങ്ങനെ ഫിക്സ് ചെയ്തത്. ആ സമയത്ത് തന്നെ ഗുരുദേവൻ ഒരു കത്ത് ഇദ്ദേഹത്തിന് അയച്ചു എന്നാണ്. എന്താ അയച്ചു? ഇത് ഗീതാജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നീ അത് ഉദ്ഘാടനം ചെയ്യാൻ എന്താണ് അതിന് യോഗ്യനായിട്ടുള്ള ആളായിരിക്കും എന്ന്. ഗുരുദേവൻ പറഞ്ഞു, നീ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. നിനക്കൊക്കെ ഇത് മാറ്റാൻ പറ്റും. ഓക്കെ, നീ ഇങ്ങനെ അബ്കാരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ബാക്കിയുള്ളവരെ, പക്ഷെ എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നിനക്ക് മാറാൻ പറ്റും. ഗീതാജ്ഞാനയജ്ഞ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്ന ആൾക്ക് ഒരു ഗുണം വേണം. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നീ ആ ഗുണത്തിലേക്ക് ഉയരുന്നു. നീ എന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഗുരുദേവൻ കുറച്ച് സാധനാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കണം, കുളിക്കാതെ ഭക്ഷണം കഴിക്കരുത്. പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന കണക്കത്തെയല്ല, പെട്ടെന്ന് അയാൾക്ക് മാറ്റാൻ പറ്റുന്ന കണക്കത്തെ കാര്യം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ഇങ്ങനെ പലതവണ എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗുരുദേവൻ എഴുതുക. ഇയാൾ ഈ കത്ത് വായിച്ചു വെച്ചിട്ട് ഇന്ന് കരയാന്നാ. എൻ്റെ ഇടയ്ക്ക് ആരും ഇതേവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയാണെന്ന് വെച്ചു. ചിലപ്പം ഈ യജ്ഞം കേൾക്കാൻ വന്ന ആളെക്കാൾ നമ്മൾ പുറത്തു നോക്കുമ്പോൾ എന്താ, അയാൾ വലിയ ഗുണ്ടയാണ്, അബ്കാരിയൊക്കെയാണ്. പക്ഷേ ആളുടെ ഒരു ലെവല് മാറി നോക്കിയേ. അങ്ങനെ മാറ്റാൻ ഇങ്ങനത്തെ മഹാത്മാക്കൾക്കേ പറ്റുള്ളൂ. ഗുരുദേവനൊക്കെ അങ്ങനെ ആൾക്കാർ എത്ര പേരെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ മാറി ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ, ഇവരൊക്കെ നമ്മുടെ മുമ്പിലെ സൂപ്പർ എക്സാമ്പിൾസ് ആണ്. അവർക്കൊക്കെ മാറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് മാറാമെന്നാണ്. രാമായണ മാസം തന്നെ അതിന് ഗംഭീര ഉദാഹരണമല്ലേ. രത്നാകരൻ എന്ന് പറയുന്ന വാൽമീകിക്ക് മാറാമെങ്കിൽ നമുക്കെല്ലാവർക്കും മാറാം. അങ്ങനെ മാറുന്ന സമയത്ത് വാൽമീകിയും ജപം ചെയ്തല്ലേ മാറിയേ, മാമരം ഈമരം ആമരം ഈമരം ആമരം ഈമരം. അതായത് രാമരാമാന്ന് ജപിക്കാനുള്ള പുണ്യം പോലും ഇല്ലായിരുന്നു എന്നാ. എന്നിട്ട് അയാൾ ഉറക്കെ ആമര ഇവരെ ജപിച്ച് രാമ 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 രാമയായി, എന്നിട്ട് ഋഷിയായി മാറിയെന്നാണ്. ഈ ചിന്തയിൽ കൂടെ നമ്മൾ പതുക്കെ ഉയർന്ന് പിന്നെയോ നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇത് ക്വാളിറ്റി വൈസ് ധ്യാനം എങ്ങനെയാണ്? ഇടമുറിയാത്ത ആജ്യധാര കണക്കുള്ളതാണ്. അതിനേക്കാൾ ഒരുപടി താഴെയാണ് ഇടമുറിയാത്ത സ്രോതസ് കണക്ക്. അതിനേക്കാൾ താഴെയാണെന്ത്? ഇടമുറിഞ്ഞുകൊണ്ടുള്ള ധ്യാനം. അപ്പോൾ എന്താ? ഇടമുറിഞ്ഞ ധ്യാനത്തിൽ നിന്ന് സ്രോതസ് കണക്കും, അതിൽ നിന്ന് ആ നെയ്യുടെ ഒഴുക്ക് പോലെ തൈലധാരവതായിട്ട് നമ്മുടെ ചിന്തകൾ ആ ഭഗവാനിലേക്ക് എത്തട്ടെ. എന്നിട്ടോ നാളെ നമ്മൾ ചിന്തയുടെ ഇത് കാണും. എന്നിട്ട് ഈ ഒരു ടോപ്പിക്ക് 10ാമത്തെ ശ്ലോകം വരെ വെച്ചിട്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ശരി. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.